ഹായ്, ഇന്നൊരു ഈസി ട്രിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് എൻ്റെ വീട്ടിലെ ഗ്ലാസ് സ്റ്റൗ ടോപ്പാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷ് സൊല്യൂഷനാണ്. നമ്മൾ ബ്ലീച്ച് ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ നോക്കണേ. ബ്ലീച്ച് ഉള്ളത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ കുറച്ച് വിനീഗറും, കാരണം ബ്ലീച്ചും വിനീഗറും ചേരുമ്പം ഒരു ഫ്യൂംസ് ഫോം ചെയ്യും. പിന്നെ അത് നമ്മളെ ലൈൻസിനൊന്നും അത്ര നല്ലതല്ല. പിന്നെ ആർക്കെങ്കിലും അലർജി ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ചെക്ക് ചെയ്യണം. ഒരു ഗ്ലൗ നിങ്ങൾ ഇടുന്നത് നല്ലതായിരിക്കും. എനിക്കിതൊന്നും അലർജി ഇല്ല, ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ഗ്ലൗസ് ഇല്ലാതെയാണ് സ്ക്രബ് ചെയ്യുന്നത്. പിന്നെ അത് സോക്കൊന്നും ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ പോർഷൻസും നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇത് വളരെ പഴയ ഒരു ഗ്ലാസ് സ്റ്റൗ ടോപ്പാണ് കേട്ടോ. ആ സ്റ്റൗ ഒത്തിരി വർഷം പഴക്കമുള്ളതാണ്. അതിനകത്തുള്ള സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും നമുക്ക് പോക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതുപോലെയുള്ള ഈ ഗ്രീസി അല്ലെങ്കിൽ അതിന് ടോപ്പിലുണ്ടാവുന്ന ഇതിപ്പം പാല് തിളച്ച് തൂത്തിട്ടുള്ള കറയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് വാഷ് ചെയ്തെടുക്കാൻ പറ്റും. ഒത്തിരി സമയമൊന്നുമില്ല, ജസ്റ്റ് സെക്കൻഡ്സ്, മേ ബി ഒരു മിനിറ്റിനുള്ളിൽ നമുക്ക് ഇതെല്ലാം ചെയ്തെടുക്കാൻ പറ്റും. അത്ര ഈസിയാണ് കേട്ടോ. നിങ്ങൾ വീട്ടിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങളത് ചെയ്ത് നോക്കൂ. ഇപ്പം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പം ചെയ്തത്. കണ്ടോ, ഞാൻ ആ സ്ക്രബിങ് കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ തുടച്ചു. ടൈമൊന്നും എടുത്തില്ല, സോക്കൊന്നും ചെയ്യാൻ നിന്നില്ല. ഓൺ ദ സ്പോട്ടിൽ തന്നെ തുടച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇത്ര വൃത്തിയായി നോക്കൂ. നിങ്ങൾക്കും ട്രൈ ചെയ്യാം കേട്ടോ.